ഇതിപ്പോൾ ഇത്തരം കേസുകൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ SFI വിരുദ്ധ പൊതുബോധം സൃഷ്ടിക്കുന്നു. പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസ് എടുത്താൽ അതിൽ SFI ഉള്ള പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും SFI പ്രവർത്തകർക്കുള്ളിൽ SFIയുടെ ആശയങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്തത്? അതിൽ SFI 1970 രൂപീകരിക്കുന്ന സംഘടനയാണ്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഇന്നോളം ഇപ്പം കേരളത്തിൽ ഭരണം മാറി മാറി വരുന്ന സമയങ്ങളിലും ആയിക്കോട്ടെ SFI ഇവിടെ ഉണ്ടായിരുന്നു. SFI വളരെ വലിയ ശക്തിയായി ക്യാമ്പസുകളിൽ ഭൂരിപക്ഷ ക്യാമ്പസുകളിലും യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് SFI ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും SFIയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഈ കാലയളവിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ പോലെ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയം ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ഗൗരവമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട 2 റിപ്പോർട്ടുകൾ, അത് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ആയിക്കോട്ടെ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് ആയിക്കോട്ടെ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടങ്ങളിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം SFIയെ തകർക്കുക എന്നുള്ളത് മാത്രമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ അന്ന് ഏറ്റവും ഗൗരവത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ റാഗിങ്ങിനെതിരായിക്കോട്ടെ ആൾക്കൂട്ട വിചാരണയ്ക്കെതിരായിക്കോട്ടെ നിലപാടെടുക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഇരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥന്റെ വിഷയം ഉൾപ്പെടെ രാഷ്ട്രീയ ലാഭത്തിനാണ് ഒരു പരിധിവരെ മാധ്യമങ്ങളായിക്കോട്ടെ മറ്റ് വലതുപക്ഷങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അന്ന് ആ സമയത്തും SFI പറഞ്ഞിട്ടുണ്ടായത്, SFI ഏറ്റവും ആദ്യ ഘട്ടം മുതൽ പ്രതികരിക്കാനുണ്ടായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള ആണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നടപടിയെടുക്കും, പുറത്താക്കും. അത് ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ എത്രയോ മുമ്പേ അവിടെ ഇടപെട്ട് അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് SFIയുടെ അവിടുത്തെ ഘടകവും മറ്റ് നേതൃത്വവും ഒക്കെ. അപ്പോൾ അവിടെ തൊട്ട് ഞങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത് ഈ വിഷയത്തിനകത്ത് സുതാര്യമായ അന്വേഷണം വരണം, കുറ്റവാളികൾ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടെടുക്കുകയും അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ക്യാമ്പയിനുകൾ നടപടികൾ നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് SFI പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ വിഷയത്തെ ഉപയോഗിക്കുന്ന രീതി പലപ്പോഴും നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം കോട്ടയത്തെ വിഷയമായിക്കോട്ടെ, ഇതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യമല്ല പലപ്പോഴും മറ്റു പലരുടെയും താല്പര്യമെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റാഗിങ് വിഷയം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ മറികടക്കാം, അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു പൊതുവിഷയമായിട്ട് അതിനെ ഏറ്റെടുത്ത് അതില്ലാതാക്കാൻ എന്തൊക്കെ നമുക്ക് കൂട്ടായി ചെയ്യാൻ പറ്റും എന്നൊരു ചർച്ചയും എവിടെയും വരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി SFI എങ്ങനെ ഇല്ലാതാക്കാം, ഇത് മാത്രമായിട്ട് ആ പ്രശ്നം മാറുകയാണ്. ഇപ്പോഴും എനിക്കൊന്നും കോട്ടയത്തെ വിഷയം പിന്നീട് ചർച്ചയാവുന്നില്ല, അല്ലെങ്കിൽ റാഗിങ് വിഷയം പിന്നീട് ചർച്ചയാവുന്നില്ല. അവരുടെ അപ്പുറത്തേക്ക് SFI വെച്ചിട്ടുള്ള ചർച്ച എന്നതിനപ്പുറത്തേക്ക് യുവതലമുറയെ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം, അതിനെന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന തലത്തിലേക്കുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ആ ചർച്ചകൾ കൊണ്ടുപോകാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ SFIക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ കാല വിദ്യാർത്ഥികളാണ് അവർ ഈ പറഞ്ഞ ലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ അരാജക പ്രവർത്തനങ്ങളായിക്കോട്ടെ അവരെ സ്വാധീനിക്കുന്ന സിനിമകളുണ്ട്, ഇപ്പോൾ ചർച്ചകളൊക്കെ ആ വഴിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പുതിയ തലമുറ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ അവരെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് വളരെ ശക്തമായിട്ട് ഒരു ഭാഗത്ത് ഇപ്പോഴും വാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പലപ്പോഴും ഞങ്ങൾ സംഘടനാ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് രൂപീകരിക്കാൻ പോകുമ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കാതെ അതിന് സമ്മതിക്കാതെ ഒരുപാട് അധികാരികൾ അല്ലെങ്കിൽ അധ്യാപകർ ഒക്കെ ഇങ്ങനെയുള്ള പല ക്യാമ്പസുകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന അരാഷ്ട്രീയത മുറുകെ പിടിക്കുന്ന ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന അരാജക പ്രവർത്തനങ്ങളെ പറ്റി ആ തലത്തിൽ ചർച്ച ചെയ്തു പോകണം. അപ്പോൾ എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം? ഇനി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമേ വേണ്ട എന്ന നിലയിലാണോ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ SFIയിൽ ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാനും തിരുത്താനും അതിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരാനും ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങളത് എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ. പക്ഷേ എല്ലാ തരത്തിലും SFIയെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾക്ക് വിധേയപ്പെടാനല്ല, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ഇതിൽ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, ഇനിയും തയ്യാറാകും. ഞങ്ങളും എല്ലാ തരത്തിലും ആ തരത്തിലാണ് ഞങ്ങൾ സംഘടനയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ സുതാര്യമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് ആ തരത്തിൽ കൂട്ടായി അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഈ ഒരു സംഘടന മാസ് മെമ്പർഷിപ്പുള്ള സംഘടനയാണ്. 16 ലക്ഷം അംഗങ്ങൾ ഈ സംഘടനയ്ക്കകത്തുണ്ട്. ഇതിൽ മുഴുവൻ ആളുകളും സംഘടനയെ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ നടക്കുന്ന ഒരു തരത്തിലുള്ള ശരികേടുകളും സംഭവിക്കാത്ത ആളുകളാണെന്നുള്ള അവകാശവാദം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇതിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളതാണ്, കൂടുതൽ നവീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് സംഘടന ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സൂചിപ്പിച്ച വിഷയത്തിനകത്ത് 2-3 ആളുകൾ ഇതിനകത്ത് തെറ്റായി ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത് ഇമ്മീഡിയറ്റ് അവരെ എടുത്ത് പുറത്ത് കളയുന്നതിന് വേണ്ടിയും സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി മാതൃകാപരമായി അവർ ശിക്ഷിക്കപ്പെടണം എന്ന സ്റ്റാൻഡ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. പക്ഷേ ഇവിടെ നടന്ന അറ്റാക്ക് അതിന് തയ്യാറായ സംഘടന അതിനെ മുഴുവനായിട്ടും അത് SFIയുടെ തലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അതുവഴി SFIയെ ക്രൂശിക്കുക.
ആ ഒരു പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായിരുന്നു ആ ക്യാമ്പസിനകത്ത് ഈ CBI റിപ്പോർട്ടിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിക്കെതിരെ നടന്നിട്ടുള്ള അറ്റാക്ക്. ഇവിടുത്തെ ഒറ്റ മാധ്യമം അത് ചർച്ച ചെയ്തിട്ടില്ല, റിപ്പോർട്ട് വന്നതിന് ശേഷം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ ബോധപൂർവം തമസ്കരിക്കുകയാണ്, എന്നിട്ട് മറ്റു പലതിൻ്റെയും ആംഗിൾ മാറ്റുകയാണ്. അത് നിഷ്കളങ്കല്ല എന്നുള്ളത്. റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് SFIക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സത്യം പുറത്തു വരും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടാത്ത രീതി പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്.